ഇന്ത്യയിൽ ആദ്യമായി ബാക്ക് ബെഞ്ച് ഇല്ലാത്ത ക്ലാസ് മുറിയുണ്ട്. ഇങ്ങനെ റൗണ്ടായിട്ട് ഇട്ടിരിക്കുകയാണ്, ടീച്ചർ നടുക്ക് നിൽക്കും. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ബാക്ക് ബെഞ്ചുകാരില്ല എന്ന് ഞാൻ നേരത്തെ കണ്ടു. ആശയങ്ങൾ കൊണ്ടാണ് ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഇന്ന് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും എല്ലാം ഈ ആശയം സ്വീകരിക്കുമ്പോൾ അഭിമാനത്തോടെയാണ് ഞാൻ പറയുന്നത്. കുഞ്ഞുങ്ങളാരും ബാക്ക് ബെഞ്ചില്ല. വാഴാത്ത സ്കൂളിൽ നിങ്ങൾ വന്ന് നോക്കണം, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തന്നെ ഞാനത് മാറ്റിയിട്ട് ബാക്ക് ബെഞ്ചില്ല, ഇങ്ങനെയാണ് ഇരിക്കുന്നത് കുട്ടികൾ. ഇപ്പോൾ പറഞ്ഞു അടുത്ത വർഷം മുതൽ നമ്മുടെ സ്കൂളുകളിൽ ബാക്ക് ബെഞ്ച് ഇല്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു ഹിന്ദി പത്രം എനിക്ക് ഡൽഹിയിൽ നിന്ന് ഒരാൾ അയച്ചു തന്നു. ആ പത്രത്തിൽ പറയുന്നുണ്ട്, കേരളത്തിലെ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ മാനേജ്മെൻറ്റുള്ള സ്കൂളിലാണ് ഇന്ത്യയിൽ ആദ്യമായി ബാക്ക് ബെഞ്ച് ഇല്ലാത്ത ക്ലാസ് മുറിയുണ്ട്. ഇങ്ങനെ റൗണ്ടായിട്ട് ഇട്ടിരിക്കുകയാണ്, ടീച്ചർ നടുക്ക് നിൽക്കും. അപ്പോൾ കുട്ടികളിങ്ങനെ വളഞ്ഞിരിക്കും, ബാക്ക് ബെഞ്ചിലില്ല. എല്ലാ കുട്ടികളും ഫ്രണ്ടിൽ തന്നെ, ടീച്ചറുടെ അടുത്ത് തന്നെ. എല്ലാ കുട്ടികളും ഇങ്ങനെ ടീച്ചറുടെ അടുത്ത് തന്നെ, എല്ലാവരും ഫ്രണ്ട് ബെഞ്ചേ ഉള്ളൂ. ബാക്ക് ബെഞ്ച് ഇല്ലാത്ത സംവിധാനം ഇന്ത്യയിൽ ആദ്യം നടപ്പിലാക്കിയത് വാളകത്തെ RVHS സ്കൂളിലാണ്. നിങ്ങൾക്ക് വന്ന് നോക്കാം, അവിടെ ബാക്ക് ബെഞ്ചില്ല. ചെറിയ ക്ലാസ്സുകളൊന്നും ബാക്ക് ബെഞ്ചില്ല, എല്ലാവരും വട്ടം കറങ്ങിയിരിക്കുകയാണ് കുഞ്ഞുങ്ങളെല്ലാം. അപ്പോൾ വലിയ ഹൈസ്കൂളിലേക്ക് വരുമ്പോഴേ അങ്ങനെ വരുന്നുള്ളൂ. അല്ലാത്ത ക്ലാസ്സുകളിലെല്ലാം കുഞ്ഞുങ്ങൾ വളഞ്ഞിരിക്കുന്ന സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് ഞാനാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഇന്ന് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും എല്ലാം ഈ ആശയം സ്വീകരിക്കുമ്പോൾ അഭിമാനത്തോടെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ബാക്ക് ബെഞ്ചുകാരില്ല എന്ന് ഞാൻ നേരത്തെ കണ്ടു. നമ്മളെ മക്കളെല്ലാം ഒരേ ബുദ്ധിയുള്ളവരാണ്. അവരെ അത് ഉപയോഗിക്കാനും പ്രായോഗികമാക്കാനും ടീച്ചർമാർ തയ്യാറാവണം. അതുകൊണ്ടാണ് ഞാൻ മാനേജറായിട്ടുള്ള സ്കൂളിൽ ഹോംവർക്കില്ല, ബുക്ക് വീട്ടിൽ കൊടുത്തയക്കത്തില്ല. വെള്ളിയാഴ്ച മാത്രം കൊടുത്തയക്കും. പിള്ളേർ വീട്ടിൽ കിടന്ന് കളിക്കാൻ അലമ്പാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളിയാഴ്ച കൊടുത്തയക്കും. ശനിയും ഞായറും അവിടെ ഇരുന്ന് പഠിച്ചോളുക. തിങ്കളാഴ്ച തിരിച്ചു വന്നാൽ വെള്ളിയാഴ്ച വരെയും ബുക്ക് വീട്ടിൽ കൊടുത്തയക്കാറില്ല. കാരണം പഠിപ്പിക്കുന്ന അവിടെ വെച്ച് തന്നെ, ഹോംവർക്ക് ഇടുന്നത് വർക്ക് ചെയ്യിക്കുന്ന അവിടെ വെച്ച് തന്നെ. ഒരു വിഷയം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹോംവർക്ക് കൊടുത്തയക്കുകയല്ല, അവിടെ ഇരുത്തി തന്നെ പഠിപ്പിക്കുക. അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ ഒരു ശരാശരിക്ക് മുകളിലുള്ള കുഞ്ഞുങ്ങൾ മാത്രമേ കാണൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ള കുഞ്ഞാണെങ്കിൽ ചിലപ്പോൾ അതിന് ഒരല്പം മോശമാകുന്നുള്ള ഒഴിച്ചാൽ ഈ ഒരു പഠനം സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചർ തന്നെ പഠിപ്പിക്കുന്നു, ടീച്ചർ തന്നെ വർക്ക് കൊടുക്കുന്നു, ടീച്ചർ തന്നെ അത് പരിശോധിക്കുന്നു. വർക്കിൽ മോശമാകുന്ന കുഞ്ഞുങ്ങളെ അവിടെ വെച്ച് തന്നെ വീണ്ടും പരിഹരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു ശരാശരിക്ക് മുകളിലുള്ള കുഞ്ഞുങ്ങളെ സ്കൂളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വലിയൊരു പ്രത്യേകതയായി മാറിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്.